ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. എങ്ങനെയാണ് നമ്മൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് അതോറിറ്റി, അതേപോലെ എന്താണ് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയിലേക്ക് കിടക്കുന്നത്. അപ്പോൾ എന്താണ് അതോറിറ്റി? നമ്മൾ കേട്ടിട്ടുണ്ട് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന്. It's a power to make decision which guide the action of others. In other words, it's power to give orders and make sure that the orders are obeyed. അതായത് നമ്മളൊരു ഡിസിഷൻസ് തീരുമാനം എടുക്കാനുള്ള ഒരു പവറും അതേപോലെ അതിൻ്റെ ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവർ പ്രവർത്തിക്കണം. അതാണ് അതോറിറ്റി എന്നാണ്. അതേപോലെ തന്നെ അവർക്ക് ഓർഡർ കൊടുക്കാനുള്ള അധികാരമുണ്ട്. അധികാരത്തിന് പറയണതാണ് എന്തെന്ന് അതോറിറ്റി എന്നാണ്. അത് ഓർഡർ ഇട്ടാൽ മാത്രമല്ല, അതുപോലെ തന്നെ ആ ഓർഡേഴ്സ് മറ്റുള്ളവരിലേക്ക് ഏൽപ്പിക്കാനും ആ ഓർഡർ മറ്റുള്ളവരെ ഒബേ ചെയ്യാനുള്ളതിനെ പറയണതാണ് എന്തെന്ന് അതോറിറ്റി എന്ന് പറയുന്നത്. Louis A. Allen defined authority as a sum of power and rights entrusted to make possible to perform വർക്ക് അസൈൻഡ്. നമുക്ക് ഒരു അധികാരം തരികയാണ്, ഒരു പവർ അല്ലെങ്കിൽ റൈറ്റ്സ്. എന്തിനാണ്? ടു മേക്ക് പോസിബിൾ വർക്ക് തന്നാൽ അതനുസരിച്ചിട്ട് എന്താ പറയുക, അതിൻ്റെ അധികാരത്തിൽ അതിൻ്റെ പവറിലും അതുപോലെ അതിൻ്റെ റൈറ്റ്സിലൂടെയും കാര്യങ്ങൾ ചെയ്യുന്നതിന് പറയുന്നതാണ് എന്തെന്നാണ് അതോറിറ്റി എന്ന് പറയുന്നത്. അത് മറ്റുള്ളവർക്ക് ഓർഡേഴ്സ് കൊടുക്കാനും അതോറിറ്റി കൊണ്ട് ഒരു ബെനിഫിറ്റാണ്. പിന്നെയെന്ന് പറഞ്ഞത് authority implies the right to decide or not to decide, the right to act or not to act. അതോറിറ്റി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ റൈറ്റ് ടു ഡിസൈഡ്, തീരുമാനിക്കാനും പറ്റും തീരുമാനിക്കാണ്ടിരിക്കാനും പറ്റും. അതേപോലെ തന്നെ ആക്ട് ചെയ്യാനും പറ്റും ആക്ട് ചെയ്യാണ്ടിരിക്കാനും പറ്റുന്ന ഒരു കാര്യമാണ് അതോറിറ്റി എന്നാണ്. പല രീതിയിലുള്ള അതോറിറ്റികളുണ്ട്. അതോറിറ്റി എന്ന് പറഞ്ഞത് ലീഗൽ ഉണ്ട്, ട്രഡീഷണൽ ഉണ്ട്, കരസ്മാറ്റിക് ഉണ്ട്, ടെക്നിക്കൽ ഉണ്ട്, പൊസിഷൻ അതോറിറ്റി. ഇങ്ങനെ ഒരു 5 രീതിയിലുള്ള ടൈപ്പ്. ലീഗൽ അതോറിറ്റി എന്ന് പറഞ്ഞത് അതായത് ഒരു പോലീസ്മാന് ഒരു ക്രിമിനലിനെ എന്താണ് റൈറ്റ് ഉണ്ട്, എന്തിന്? അയാളൊരു ക്രൈം ചെയ്താൽ അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്. അതാണ് എന്തെന്നാണ് ലീഗൽ അതോറിറ്റി. അതോറിറ്റി പാസ് ബൈ ലോ ഓർ സോഷ്യൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ പ്രൊട്ടക്റ്റഡ് ബൈ ലോ പ്രകാരം അല്ലേ. ഒരു പോലീസിന് ഒരു വ്യക്തി ക്രിമിനൽ കുറ്റം ചെയ്ത് അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള പവർ, അതാണ് എന്തെന്നാണ് അതോറിറ്റി. അതിനെ പറയുന്നതാണ് ലീഗൽ അതോറിറ്റി. ട്രഡീഷണൽ അതോറിറ്റി എന്ന് പറഞ്ഞത് ഇപ്പം അച്ഛൻ മകന് കൊടുക്കുന്ന അതോറിറ്റി. കുറച്ച് വയസ്സാവുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ അച്ഛൻ തന്നെ ആയിരിക്കും കാര്യങ്ങൾ, എന്നാലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക മകനായിരിക്കും. ഒരു വീട്ടിലെ മുതിർന്ന ആൾ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ട് പിന്നെ ഒരു വയസ്സാകുമ്പോൾ ഒരു വയ്യാണ്ടൊക്കെ ആകുമ്പോൾ മക്കൾക്ക് ഏൽപ്പിക്കും. അങ്ങനത്തെ രീതിയാണ് ട്രഡീഷണൽ അതോറിറ്റി. അതിന് വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ വേണമെങ്കിൽ കിങ്ങിൻ്റെ കാര്യം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പിന്നെ കരസ്മാറ്റിക് എന്നത് അതോറിറ്റി എന്നുള്ളത് കരസ്മ ഓഫ് ലീഡേഴ്സ്, അതായത് ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ ഇല്ലേ, ഇറ്റ് മെയിൻ ബി കൺസേൺ വിത്ത് റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ലീഡേഴ്സ്. ഇപ്പോൾ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, അതായത് കരസ്മാറ്റിക് ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പള്ളിയിലെ അച്ഛൻ, ഇപ്പോൾ ഒരു ക്രിസ്ത്യൻസ് ആകുമ്പോൾ പള്ളിയിലെ അച്ഛൻ, ആ അച്ഛൻ പറയുന്ന കാര്യങ്ങളായിരിക്കും ആ സഭയിൽ നടക്കുന്നുണ്ടാവുക. അദ്ദേഹത്തിന് അതിന് പറയാനുള്ള ഒരു അതോറിറ്റി കാര്യങ്ങളില്ല, അല്ലെങ്കിൽ ആ പള്ളി കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ അങ്ങനത്തെ ടൈപ്പ് ഓഫ് അതോറിറ്റീനെ പറയണതാണ് കരസ്മാറ്റിക് എന്നാണ്. ടെക്നിക്കൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ആ ടെക്നിക്കൽ അതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ട് അയാൾ ചെയ്യുന്ന പ്രൊഫഷനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള നോളേജും സ്കില്ലും ഉണ്ടെങ്കിൽ മറ്റുള്ളത് അതനുസരിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡോക്ടർ പറയണ പോലെ ഡോക്ടർ പേഷ്യൻസിനോട് പറയും, നിങ്ങൾ റെസ്റ്റ് എടുക്കണം, നിങ്ങൾ അധികം എന്താ പറയുക ഷുഗർ കഴിക്കരുത്. ഷുഗർ പേഷ്യൻസിനോട് പറയുകയാണെങ്കിൽ നിങ്ങളധികം ഷുഗർ കഴിക്കരുത്, നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് അതോറിറ്റിയാണ് ടെക്നിക്കൽ, അതായത് അതിനെ പറ്റിയുള്ള സ്കിൽസും നോളേജും ഇല്ല. അത് ലാസ്റ്റ് ആണ് പൊസിഷൻ അതോറിറ്റി, അതായത് ഓരോ പൊസിഷൻസ് അനുസരിച്ചിട്ട് നമ്മൾ അവരുടെ അതോറിറ്റീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ പൊസിഷൻ എൻജോയ് ബൈ പേഴ്സൺ ഇൻ ഓർഗനൈസേഷൻ. ഓരോരുത്തർക്കും ഓരോ പൊസിഷൻ അതോറിറ്റി കൊടുത്തിട്ടുണ്ടാവും ഓരോ ഓർഗനൈസേഷനെ സംബന്ധിച്ച്. ഇപ്പോൾ സീനിയേഴ്സ് ആണെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ സീനിയേഴ്സ് ആണെങ്കിൽ അതുവരെ HODമാരാവും.
അപ്പോൾ അവരെ ആ പൊസിഷനനുസരിച്ച് നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യും. ചിലപ്പോൾ നമ്മളൊക്കെ സെയിം ഏജ് ആയിരിക്കാം, പക്ഷെ അവർക്ക് കൊടുക്കുന്ന പൊസിഷനിൽ കൊടുക്കുമ്പോൾ എന്താണ് നമ്മൾ അവർക്കൊരു റെസ്പെക്റ്റ് കൊടുക്കില്ലേ, അതിനെ പറയണതാണ് പൊസിഷൻ അതോറിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് റൈറ്റ് ടു ഇനീഷ്യേറ്റ് ആൻഡ് കമാൻഡ് ആൻഡ് ഇഷ്യൂ ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യാൻ അതുപോലെ കമാൻഡിങ് പവർ ഒക്കെ ഉള്ളതിനെ പറയുന്നതാണ് അതോറിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ഡിസിഷൻസ് എടുക്കാനുള്ള പവേഴ്സും കാര്യങ്ങളുണ്ട്. ആ ഡിസിഷൻസ് എന്താ പറയുക, ആ ഡിസിഷൻ എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കാര്യങ്ങളൊക്കെ അവിടെ തീരുമാനിക്കുക. അതേപോലെ തന്നെ ആ പറയുന്ന ഓർഡേഴ്സ് അവരത് സ്വീകരിക്കാനുള്ളതിന് പറയുന്നതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതോറിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് റെസ്പോൺസിബിലിറ്റി. അതായത് റെസ്പോൺസിബിലിറ്റി ഈസ് എൻ ഒബ്ലിഗേഷൻ ടു സംതിങ്. റെസ്പോൺസിബിലിറ്റി എന്നാണ് ഒബ്ലിഗേഷൻ ആണ് എന്തെന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി എന്നാണ്. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ബാധ്യത, ഉത്തരവാദിത്തം. അതായത് ഇൻ അതർ വേർഡ്സ് ദ ഒബ്ലിഗേഷൻ ടു പെർഫോം ടാസ്ക് ഫങ്ഷൻസ് ആർ അസൈൻ ഫോർ ദ ഓർഗനൈസേഷൻ. ഒരാൾക്ക് നൽകിയിരിക്കുകയാണ് ടാസ്ക് ഫങ്ഷൻ, അതെല്ലാം ഒരാൾ എന്താ പറയുക നല്ല രീതിയിലേക്ക് അത് കറക്റ്റായിട്ട് അസൈൻ ചെയ്യുക, അതായത് കറക്റ്റായിട്ട് അതിൻ്റെ ബാധ്യതകൾ ഏറ്റെടുക്കണം, അതിനെ പറയുന്നതാണ് എന്തെന്നാണ് റെസ്പോൺസിബിലിറ്റി എന്നാണത്. ഇഫ് എ പേഴ്സൺ ഈസ് എൻട്രസ്റ്റഡ് വിത്ത് എനി വർക്ക് ഹീ ഷുഡ് ബി റെസ്പോൺസിബിൾ ഫോർ ദ വർക്ക് ദാറ്റ് ഹീ കംപ്ലീറ്റ്സ്. ഒരാൾക്കൊരു വർക്ക് കൊടുത്തു, ഒരാൾക്ക് ഇപ്പോൾ ഒരു പാക്ക് ചെയ്യാൻ കൊടുത്തു എന്നേക്ക്, ആ പാക്ക് ചെയ്ത് കഴിയണ വരെ അദ്ദേഹം അതിന് ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. എന്നിട്ട് അത് കൃത്യമായിട്ട് അവർ പറഞ്ഞ പോലെ ചെയ്ത് കൊടുക്കണതിനെ പറഞ്ഞതാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് റെസ്പോൺസിബിൾ ആവണം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാണ് പറയുന്നതാണ് എന്തെന്നാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി എപ്പോഴും നമ്മുടെ കയ്യിലുള്ളൊരു ഉത്തരവാദിത്തമാണ്. ആ റെസ്പോൺസിബിലിറ്റിയിൽ എന്താ പറയുക, ആ റെസ്പോൺസിബിലിറ്റി അവർക്ക് കൊടുക്കുമ്പോൾ അതനുസരിച്ചിട്ട് അവർ ചെയ്യുക. നമ്മൾ എപ്പോഴും റെസ്പോൺസിബിൾ ആവണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ എന്തെങ്കിലും തരികയാണെങ്കിൽ. അപ്പോൾ നെക്സ്റ്റ് ആണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. മറ്റൊരാൾക്ക് ഒരു ജോലി ഏൽപ്പിക്കുന്നതിന് പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞത് ഡെലിഗേഷൻ ഓഫ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അതായത് എന്തൊക്കെയാണ് ഡെലിഗേറ്റ് ചെയ്യുക, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു ഇൻഡിവിജ്വൽ ടു ക്യാരി ഔട്ട് ദെയർ ഡ്യൂട്ടീസ്. അവരുടെ വർക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഡ്യൂട്ടീസും അതേപോലെ അതോറിറ്റീസും കൊടുക്കുന്നതിന് പറയുന്നതാണ് എന്തെന്നാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് റെഡ്യൂസ് ദ ബർഡൻ ഓഫ് ടോപ്പ് ലെവൽ മാനേജർ. ഹിയർ ദ മാനേജർ ഡിസ്ട്രിബ്യൂട്ട് ദ വർക്ക് ടു ലോട്ട് ടു അതേഴ്സ്. അതായത് ഇപ്പോൾ ഇതിലൂടെ എന്താ ഉണ്ടാവണത്, ടോപ്പ് ലെവൽ മാനേജേഴ്സിന് അവരുടെ സ്ട്രെസ്സ് കുറയും, അവരുടെ ഒരു ബേർഡൻ കുറയും മറ്റുള്ളവർക്ക് ഇത് ഏൽപ്പിക്കുമ്പോൾ. അതേപോലെ തന്നെ അവരുടെ വർക്ക് ലോഡ് കാര്യങ്ങൾ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് എന്തെന്നാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ. അതുപോലെ നമ്മളിപ്പോൾ ചിലപ്പോൾ പറയുക ഒരു ഇതെന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി കനോട്ട് ബി ഡെലിഗേറ്റ്. റെസ്പോൺസിബിലിറ്റി ഒരിക്കലും മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തം മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇതിന് കൂടുതൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, മാനേജേഴ്സിന് ചില കാര്യങ്ങൾക്ക് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്ക് കൂടുതൽ പോയിൻ്റ് ഔട്ട് ചെയ്ത് കൂടുതൽ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റും. കാരണം മറ്റുള്ളവർക്ക് അവർ ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലത്തും ഇമ്പോർട്ടൻ്റ് ആയ പ്ലേസസിൽ അവർക്ക് കൂടുതലും എന്താ പറയുക ശ്രദ്ധ കൊടുക്കാൻ പറ്റും. അതാണ് എന്തെന്നാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതുപോലെ ഒരു ചെറിയ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം നമുക്ക് അതോറിറ്റീനെയും റെസ്പോൺസിബിലിറ്റീനെയും. അതോറിറ്റി എന്ന് പറഞ്ഞത് ഇറ്റ്സ് റൈറ്റ് ടു ഇനീഷ്യേറ്റ് കമാൻഡ് ആൻഡ് ഇഷ്യൂ ഓർഡേഴ്സ്. അതോറിറ്റിയുടെ ഒരു എന്താ പറയുക, അതിൻ്റെ ഇതെന്ന് പറഞ്ഞത് എന്താ, അവർ ഇനീഷ്യേറ്റീവ് ചെയ്യും, അതേപോലെ കമാൻഡിങ്ങും അതുപോലെ ഓർഡേഴ്സൊക്കെ ഇഷ്യൂ ചെയ്യണതാണ് ആരുടെ പണി എന്ന് പറഞ്ഞാൽ ഈ അതോറിറ്റിയുടെ. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒബ്ലിഗേഷൻ, ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, ഡ്യൂട്ടീസ് കാര്യങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. പിന്നെ അതോറിറ്റിയിൽ ഡെലിഗേഷൻ പോസിബിളാണ്, മറ്റേതിൽ ഡെലിഗേഷൻ പോസിബിൾ അല്ല. അതോറിറ്റി എപ്പോഴും സ്റ്റേബിളാണ്. റെസ്പോൺസിബിലിറ്റി അവരുടെ പെർഫോമൻസ് എന്നാണോ തരുന്നത് അതോടെ അവരുടെ റെസ്പോൺസിബിലിറ്റി കഴിയും. അതോറിറ്റി നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും അല്ലേ, നമ്മൾ പറഞ്ഞു ഡെലിഗേഷൻ പറ്റും എന്നുള്ള പോലെ, അതുപോലെ തന്നെ. പക്ഷേ റെസ്പോൺസിബിലിറ്റി ഒരിക്കലും നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല, തിരിച്ച് എന്താ പറയുക അത് പറ്റില്ല. അതോറിറ്റി എപ്പോഴും ഫ്ലോസ് ഡൗൺവേർഡ്സ് ആണ്.
എപ്പോഴും ടോപ്പ് ടു ബോട്ടം അങ്ങനെയായിരിക്കും അതോറിറ്റി എന്ന് പറഞ്ഞാൽ. നേരെ മറിച്ച് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫ്ലോ ഒന്നും ചെയ്യില്ല. അപ്പോൾ അതാണ് അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എലമെൻറ്റ്സ്, അതായത് എലമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രോസസ്സ്. നമുക്ക് 3 പ്രോസസ്സാണ് ഉള്ളത്. ഫസ്റ്റ് ആണ് എൻട്രസ്റ്റ്മെൻറ്റ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്. നെക്സ്റ്റ് ഇസ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഓർ ഗ്രാൻഡിങ് ഓഫ് അതോറിറ്റി, ക്രിയേഷൻ ഓഫ് ഒബ്ലിഗേഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി. അങ്ങനെ 3 രീതിയിലാണ് നമ്മുടെ പ്രോസസ്സ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. ആദ്യം എന്താണ് എൻട്രസ്റ്റ്മെൻറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അസൈൻമെൻറ്റ് ഡ്യൂട്ടീസ്. ഒരാൾക്ക് ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കണത് അല്ലെങ്കിൽ ടാസ്ക് അവർ ഏൽപ്പിക്കുന്നതിന് പറയുന്നതാണ് എന്താണ് അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടി. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദ സുപ്പീരിയർ ആസ്ക്സ് അവരും ടു പെർഫോം എ പർട്ടിക്കുലർ ടൈം വിത്തിൻ എ ഗീവൺ പീരിയഡ്. അവരുടെ സുപ്പീരിയർ, അതായത് ഒരു ടോപ്പ് ലെവലായ ഒരു സുപ്പീരിയർ, ഒന്നെങ്കിൽ നമുക്ക് എന്താ പറയുക പ്രിൻസിപ്പൾ എന്ന് വയ്ക്കാം. ആ പ്രിൻസിപ്പൾ വൈസ് പ്രിൻസിപ്പളിനോട് അദ്ദേഹം ഒരു ടാസ്ക്, അതായത് ഒരു ഡ്യൂട്ടി അദ്ദേഹത്തിനോട് ഒരു ഗിവൺ പീരീഡ്, ഒരു 2 മാസത്തിനുള്ളിൽ ഈ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് തരണം എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പ്രോസസ്സ്. The superior asks, the duty must be expressed either in terms of function or in terms of objectives. ഒന്നെങ്കിൽ അദ്ദേഹത്തിനോട് ഫങ്ഷൻ രീതിയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് അവരുടെ എന്താണ് ലക്ഷ്യം എന്ന് നേടിക്കൊടുക്കേണ്ട കാര്യം കൃത്യമായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കാം. നെക്സ്റ്റ് ആണ് ഗ്യാരണ്ടിങ് ഓഫ് അതോറിറ്റി, അതായത് അതോറിറ്റി അദ്ദേഹത്തിന് കൊടുക്കാം. അദ്ദേഹത്തിന് ആ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അതോറിറ്റി അദ്ദേഹത്തിന് കൊടുക്കുക. ഇറ്റ് ഇംപ്ലൈസ് ഗിവ് എ റൈറ്റ് ടു സബോർഡിനേറ്റ് ടു ഡിസൈഡ് ആക്ട് ആൻഡ് റെപ്രസെന്റ് ദ സുപ്പീരിയർ ഫോർ ദ പെർഫോം വർക്ക് ആസ്. സോ ദ ടൈം ഓഫ് അസൈൻമെന്റ് ടാസ്ക് ദേ റിക്വസ്റ്റ് അതോറിറ്റി ഈസ് ഓൾസോ ഡെലിഗേറ്റഡ് ടു ദി സപ്പോർട്ട്, അതർവൈസ് വർക്ക് കനോട്ട് ബി ഡൺ എഫിഷ്യൻ്റ്ലി. ആ പ്രിൻസിപ്പാളിൽ അതേ സെയിം കാര്യങ്ങൾ അദ്ദേഹത്തിന് എന്ത് അധികാരമാണുള്ളോ ആ കോളേജിൽ ആ കാര്യം കൃത്യമായിട്ട് ആ വൈസ് പ്രിൻസിപ്പളിനെ ഏറ്റുകൊടുക്കുക. അതാണ് എന്തെന്നാണ് നെക്സ്റ്റ് ഗ്രാൻഡിങ് ഓഫ് അതോറിറ്റി. എന്താണോ ഉള്ളത് അദ്ദേഹത്തിന് ആ അതോറിറ്റി കാര്യങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഏൽപ്പിച്ച് കൊടുക്കുക. ദെൻ ലാസ്റ്റിന് ക്രിയേഷൻ ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് അക്കൗണ്ടബിലിറ്റി. ഇത് തന്നത് കഴിഞ്ഞാൽ എന്താണ് to accomplish the subordinate to accomplish task as when work assigned and authority is granted, accountability crops up. The last step is process of delegation. Thus authority and accountability are the 3 important elements of delegation. അതായത് ഡെലിഗേഷൻ തന്നാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി എന്താണ് ഒബ്ലിഗേഷൻ സ്റ്റാർട്ട് ചെയ്തു, ഉത്തരവാദിത്തങ്ങൾ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അല്ലേ അവരുടെ പാട്ട്. ആ ടാസ്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആക്കാണ് വരെ അദ്ദേഹം ആ ഉത്തരവാദിത്തത്തിൽ കാര്യങ്ങൾ ചെയ്യുകയാണ്. അതേപോലെ തന്നെ ദ പേഴ്സൺ അസൈൻ ടു വർക്ക് മോറലി റെസ്പോൺസിബിൾ ടു പെർഫോം ടാസ്ക് ബിക്കോസ് ഹി ആക്സെപ്റ്റഡ് ടാസ്ക് വില്ലിങ്. അദ്ദേഹം ഈ ടാസ്ക് തന്നതനുസരിച്ചിട്ട് ഈ ടാസ്ക് കൃത്യമായിട്ട് അവർ കറക്റ്റായിട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അവരതൊക്കെ മേടിക്കുന്നത്. അതുകൊണ്ട് അതാണ് ലാസ്റ്റ് ക്രിയേഷൻ ഓഫ് ഒബ്ലിഗേഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അതാണ് 3 പ്രോസസ്സ്. ഇനി നമുക്ക് കുറച്ച് സ്റ്റെപ്പുണ്ട്, 3 സ്റ്റെപ്പുണ്ട്. ഇപ്പോൾ ഈ ഇങ്ങനെ ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ നോക്കണം. ഒന്ന് സ്പെസിഫിക് ഓർ ജനറൽ. If a function assigned to an individual is specific, it is called specific delegation. അതായത് സ്പെസിഫൈ ചെയ്യണം. അതായത് സ്പെസിഫിക് ഡെലിഗേഷൻ എന്ന് പറഞ്ഞത് നമ്മളെ ഇപ്പോൾ സെയിൽസ് മാനേജർ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം നോക്കണമെന്ന് കൃത്യമായിട്ട് പറയണം. അപ്പോൾ അതാണ് എന്തെന്ന് സ്പെസിഫിക് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ജനറൽ ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നോ സ്പെസിഫിക് ഫങ്ഷൻ ഈസ് അസൈൻഡ്. അങ്ങനെ കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും കൃത്യമായിട്ട് പറയില്ല. ടോപ്പ് ലെവൽ മാനേജേഴ്സ് മറ്റുള്ള സബോർഡിനേറ്റ്സിന് കൊടുക്കാം. റിട്ടേൺ ഓർ അൺറിട്ടേൺ. ചിലപ്പോൾ അതോറിറ്റി കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ട് കൊടുക്കുന്നതിന് പറയുന്നതാണ് റിട്ടേൺ ഡെലിഗേഷൻ എന്ന് പറഞ്ഞത്. ചിലപ്പോൾ എന്താ പറയുക ഓറലി ആയിരിക്കും, വാക്കാലോ നാളെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു വേണത്. നാളെ ഒന്നും ഞാൻ വരില്ല, നാളെ ലീവാണ്, എൻ്റെ ഓഫീസൊന്നും ശ്രദ്ധിക്കണം എന്നൊക്കെ പറയില്ലേ, അതാണ് ഓറൽ രീതിയിലുള്ളത്. ഫോമലുണ്ട്, ഇൻഫോമൽ ഡെലിഗേഷനും ഉണ്ട്. ഫോമൽ ഡെലിഗേഷൻ എന്ന് പറഞ്ഞത് involve interested of specific responsibility and authority to a position. He has an obligation to create and perform the work. അതായത് ഫോമലാകുമ്പോൾ അവരുടെ അധികാരങ്ങളും അതായത് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും എന്താണുള്ളത് അത് അവിടെ സ്പെസിഫൈ ചെയ്യുകയും വേണം. അത് കൃത്യമായിട്ട് അവർ ആ
കാര്യങ്ങൾ പെർഫോം ചെയ്യുക വേണം. ഇൻഫോർമലാകുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ വേണമെങ്കിൽ കോളേജോ സ്കൂളിലത്തെ സാറുമാരും മിസ്സുമാരും ഒക്കെ എന്താ പറയുക വർക്കുകൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അങ്ങോട്ട് പരസ്പരം ഇതായിട്ട്. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഫോർമൽ അല്ലാത്തൊരു, അതായത് അങ്ങനെ അധികാരിറ്റിയോ റെസ്പോൺസിബിലിറ്റിയോ അങ്ങനെ ഒന്നും ഇല്ല. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ ചിലപ്പോൾ വർക്കുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കില്ലേ. അപ്പോൾ അതൊക്കെയാണ് എന്തെന്നാണ് ഇൻഫോർമൽ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നുമാണ് എന്തെന്നാണ് സ്പെസിഫിക് ആണെങ്കിൽ കാര്യം എന്താണെന്ന് പറയണം. ജനറലാകുമ്പോൾ അങ്ങനെ പറയൊന്നുമില്ല. റിട്ടേൺ ആണ് എഴുതിയിട്ട്, അല്ലെങ്കിൽ റിട്ടേൺ ആകുമ്പോൾ ഓറലായിട്ട്, ഫോർമലാകുമ്പോൾ റെസ്പോൺസിബിലിറ്റി അതൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യണം. ഇൻഫോർമലാകുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്നാണ് ടൈപ്സ് ഓഫ് ഡെലിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് റെസ്പോൺസിബിലിറ്റി പഠിച്ചു, അതോറിറ്റി പഠിച്ചു, പിന്നെ സ്റ്റെപ്സ് ഓഫ് അതോറിറ്റി, ഡെലിഗേഷൻ്റെ സ്റ്റെപ്സ് പറഞ്ഞു. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യണത് ഡെലിഗേഷൻ്റെ ഇമ്പോർട്ടൻസ്, എത്രത്തോളം ഡെലിഗേഷന് ഉണ്ടാവുന്ന ഇമ്പോർട്ടൻസ് എന്നാണ്. ഇറ്റ് റെഡ്യൂസ് ദ വർക്ക് ലോഡ് ഓഫ് ടോപ്പ് എക്സിക്യൂട്ടീവ്. അതായത് നമ്മുടെ ടോപ്പ് എക്സിക്യൂട്ടീവ്, അതായത് ടോപ്പ് ലെവൽ മാനേജേഴ്സിന് അവരുടെ എന്താണ് വർക്ക് ബേർഡൻ കുറയും. കാരണം മറ്റുള്ളവർക്ക് ആ വർക്കുകൾ കൊടുക്കുമ്പോൾ അവരുടെ ഓട്ടോമാറ്റിക്കലി എന്താ ഉണ്ടാവുക, അവരുടെ വർക്കിൻ്റെ ബേർഡൻ കുറയാനാണ് ചാൻസ്. പ്രൊവൈഡ് സ്പെഷ്യലൈസ്ഡ് സർവീസസ് ടു ദ എൻ്റർപ്രൈസസ്. അതായത് മാനേജേഴ്സിന് എന്താണ് സ്പെഷ്യലൈസ്ഡ് സർവീസസ്, അതായത് മാനേജേഴ്സ് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവിടെ എന്താ ഉണ്ടാവണം, ഒരു എൻ്റർപ്രൈസസിന് കൂടുതൽ നല്ല നല്ല സർവീസസാണ് ഉണ്ടാവാൻ പോകുന്നത്. അതേപോലെ ഇറ്റ് മോട്ടിവേറ്റ് ദ സബോർഡിനേറ്റ് ടു ഇംപ്രൂവ് ദെയർ പെർഫോമൻസ് ആസ് വെൽ ആസ് ദെയർ കാപ്പബിലിറ്റീസ്. അതായത് മറ്റുള്ള ജൂനിയർ സബോർഡിനേറ്റ്സിന് അല്ലെങ്കിൽ മറ്റുള്ള സബോർഡിനേറ്റ്സിന് എന്താ ഉണ്ടാവുന്നത്, അവരുടെ പെർഫോമൻസ് കാര്യങ്ങൾ എന്താ പറയുക, പെർഫോമൻസ് ആസ് വെൽ ആസ് ദെയർ കാപ്പബിലിറ്റീസ്, അവരുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ അവരുടെ കേപ്പബിലിറ്റീസ്, അവരുടെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആണ് ചെയ്യണത്. മറ്റുള്ളവർ വർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് നന്നായിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ അവരുടെ കഴിവ് അവർക്ക് പ്രകടമാക്കാൻ പറ്റും. ഓപ്പർച്യൂണിറ്റി ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ടു യങ് എക്സിക്യൂട്ടീവ്സ്. ഇത് അവർക്കൊരു അവസരമാണ് അല്ലേ, ഒരു അവസരം കൂടിയാണ്. അതേപോലെ അവർക്ക് എന്താണ്, അവർക്ക് വളരാനും അതേപോലെ നല്ല ട്രെയിൻ ആവാനുള്ള ഒരു അവസരമാണ് ഈ ഇങ്ങനെ നമുക്ക് അതോറിറ്റി തരുമ്പോൾ ഉണ്ടാവുന്നത്. ഡിസിഷൻസ് പെട്ടെന്ന് എടുക്കാൻ സാധിക്കുന്നു. ഗ്രൂ ആൻഡ് എക്സ്പാൻഡ്, അതായത് ഫേംസ് കാര്യങ്ങൾ അതായത് വളരാനും അതുപോലെ അത് എൻലാർജ് ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനും ഇതുകൊണ്ട് ഹെൽപ്പ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇറ്റ് എൻഷ്യൂർ കോർഡിനേഷൻ ഓഫ് വേരിയസ് മാനേജറിയൽ ആക്ടിവിറ്റീസ്. പല മാനേജറിയൽ ആക്ടിവിറ്റീസും നമുക്ക് എന്താണ് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഇതോടെ സാധിക്കുന്നു. അതേപോലെ വേറെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞത് ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. അതായത് നമ്മളിപ്പോൾ ഒരു വർക്ക് തരുമ്പോൾ നമുക്ക് തോന്നും അവർക്ക് നമ്മളോടുള്ള വിശ്വാസം കൊണ്ടാണ് അവർ ആ വർക്ക് തരണേന്നും, അതേപോലെ തന്നെ അവർക്ക് എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ആ വർക്കിനോട്. ആ വർക്ക് അത് ആ എൻഡിലേക്ക് എത്തിക്കുമ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ കൊടുക്കുമ്പോൾ അവർ തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ്, ആ ഒരു ബന്ധം കൂടുകയാണ് ചെയ്യുന്നത്. അതേപോലെ മാനേജീരിയൽ എഫക്റ്റീവ്നെസ്, അതായത് മാനേജീരിയൽ കാര്യങ്ങൾ കൂടുതലും എഫക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ഡെലിഗേഷൻസ് തരുമ്പോൾ ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് ഇതൊക്കെയാണ്.